പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം തരം അടിസ്ഥാന പാഠാവലി 3ാം യൂണിറ്റിലെ ഭഗീരഥ പ്രയത്നം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനായിരുന്ന ശ്രീ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന MS വല്യത്താൻ്റെ അനുഭവങ്ങളും ചിന്തകളുമടങ്ങുന്ന മയൂരശിഖ ജീവിതം, അനുഭവം, അറിവ് എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് പാഠഭാഗം. ഈ കൃതി കേട്ടെഴുതിയത് മലയാളത്തിലെ പ്രമുഖനായ പത്രപ്രവർത്തകൻ ശ്രീ VD ശെൽവരാജാണ്. ഡോക്ടർ MS വല്യത്താൻ 1934 മാവേലിക്കരയിലാണ് ജനിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS നേടിയ ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്നാണ് ബിരുദാനന്തര ബിരുദം നേടിയത്. അമേരിക്കയിലും കാനഡയിലുമെല്ലാം ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1974 മുതലാണ് കേരളത്തിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇദ്ദേഹം നിസ്വാർത്ഥ സേവനം നൽകിയത്. ഹൃദയാരോഗ്യ മേഖലയിൽ ഇന്ന് നാം കൈവരിച്ച സുസ്ഥിരതയ്ക്ക് കാരണക്കാരനാണ് ശ്രീ MS വല്യത്താൻ. ആയുർവേദവും ഇദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ ഉൾപ്പെടെ ധാരാളം ബഹുമതികളും ഇദ്ദേഹം നേടി. 2024 ജൂലൈ 18 ഇദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. കുട്ടികളെ, പ്രവേശകം ഒന്ന് നോക്കൂ. വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് പരാജയപ്പെടാതിരിക്കാനുള്ള മാർഗം. ശരിയാണല്ലേ? വിജയിക്കണമെന്ന തീരുമാനമുണ്ടെങ്കിൽ നാം തീർച്ചയായും വിജയിക്കും. കുട്ടികളെ, ഭഗീരഥ പ്രയത്നം എന്നാണല്ലോ പാഠത്തിന്റെ പേര്. നിങ്ങൾ ഈ പ്രയോഗം മുൻപ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പുരാണ കഥയുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു പ്രയോഗം ഉണ്ടായത്. ആ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? പണ്ട് ഭഗീരഥൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹന് 60,000 പുത്രന്മാരുമുണ്ടായിരുന്നു. കപില മഹർഷിയുടെ കോപത്താൽ അവർ ഭസ്മമായി പോയി. അവർക്ക് മോക്ഷം നേടാൻ ഗംഗാജലം ആവശ്യമായിരുന്നു. സ്വർഗത്തിലെ ഗംഗയെ ഭൂമിയിലെത്തിക്കാൻ ഭഗീരഥൻ വർഷങ്ങളോളം തപസ്സു ചെയ്തു. കഠിന തപസ്സിലൂടെ ഗംഗയെ ഭൂമിയിലെത്തിച്ച് പൂർവികർക്ക് മോക്ഷം നേടിക്കൊടുത്തു ഭഗീരഥൻ. ഇങ്ങനെ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ സാധിച്ചെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ശൈലിയാണ് ഭഗീരഥ പ്രയത്നം. ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് മനുഷ്യ മനസ്സുകളിലെ നടക്കാത്ത സ്വപ്നങ്ങളായിരുന്നു. പല പരാജയങ്ങൾ നേരിട്ട് വിജയം കൈവരിക്കുന്നത് വരെയും വിശ്രമമില്ലാതെ പരിശ്രമിച്ചതിന്റെ ഫലമായാണ് ഓരോ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത്. കുട്ടികളെ, നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെ സഹായിക്കുന്നത് ഹൃദയവാൽവുകളാണ്. ഹൃദയവാൽവിനുണ്ടാകുന്ന തകരാറ് ജീവഹാനിക്ക് കാരണമാകും. ഈ പ്രശ്നത്തെ മറികടക്കാൻ ശ്രീ MS വല്യത്താൻ രചിച്ച വീരഗാഥയാണ് ഈ പാഠത്തിൽ പറയുവാൻ പോകുന്നത്. കുട്ടികളെ, വരൂ നമ്മൾക്ക് പാഠം വായിക്കാം. ഓരോ ഖണ്ഡികയും വായിക്കുന്നതോടൊപ്പം തന്നെ വിശദീകരണങ്ങളും നൽകാം. ഭഗീരഥ പ്രയത്നം. ഭഗീരഥന്റെ പ്രയത്നം പോലെയായിരുന്നു വാൽവ് നിർമ്മാണം. 60,000 വർഷം പ്രയത്നിച്ചിട്ടും ഫലമില്ലാതെ ഭഗീരഥൻ വീണ്ടും ഒന്നേ എന്ന് തുടങ്ങിയ സ്ഥിതി. 1982 വാൽവ് വികസിപ്പിക്കാനുള്ള ശ്രമം ശ്രീചിത്രയിൽ തുടങ്ങുന്നത്. നീണ്ട 7 വർഷം വേണ്ടിവന്നു ശ്രീചിത്ര വാൽവ് സഫലമാകാൻ. ആദ്യ 3 മോഡലും പരാജയപ്പെട്ടു. 1 ഡസൻ ആടുകളിൽ പരീക്ഷിച്ച ശേഷമാണ് വാൽവ് ശരിയായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പിക്കാനായത്. കുട്ടികളെ, ഇവിടെ വാൽവ് നിർമ്മാണത്തെ ഭഗീരഥന്റെ പ്രയത്നവുമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. 1982 ഈ ശ്രമം ആരംഭിക്കുന്നത്. വാൽവ് നിർമ്മാണം സഫലമാകുവാൻ 7 വർഷമാണ് വേണ്ടി വന്നത്. ആദ്യം 3 മോഡലുകൾ ഉണ്ടാക്കി. 3ഉം പരാജയപ്പെട്ടു. അതിനുശേഷം 1 ഡസൻ ആടുകളിൽ വാൽവ് പ്രവർത്തിക്കുമോ എന്ന് പരീക്ഷിച്ചു. അത് വിജയം കാണുകയും ചെയ്തു. വാൽവ് വികസന ശ്രമത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പൊതുവെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. കേരളത്തിലെ മുതിർന്ന ഡോക്ടർമാർ പോലും പരസ്യമായി അങ്ങനെ പ്രതികരിച്ചിരുന്നു. അതൊക്കെ വലിയ വേദനയുണ്ടാക്കിയെങ്കിലും
എനിക്ക് ലക്ഷ്യം നേടാനുള്ള വലിയ പ്രേരണയായി ഓരോ എതിരഭിപ്രായവും മാറിക്കൊണ്ടിരുന്നു. വാൽവ് ഉണ്ടാക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണെന്ന് മുതിർന്ന ഡോക്ടർമാർ പോലും പരസ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ലക്ഷ്യം നേടുക തന്നെ ചെയ്യണം എന്നൊരു പിടിവാശിയായിരുന്നു ശ്രീ MS വല്യത്താൻ ഉണ്ടായിരുന്നത്. വാൽവിന്റെ ഫ്രെയിം ക്രോമിയം കോബാൾട്ട് അലോയ് ആയിരുന്നു. വിമാനത്തിലൊക്കെ ഉപയോഗിക്കുന്ന അലോയ് ആണ്. ഡിസ്കിനുള്ള മെറ്റീരിയൽ ലേറ്റ് പ്ലാസ്റ്റിക് ആയിരുന്നു. അൾട്രാ ഹൈപോളി എത്തിലീൻ എന്നാണ് വ്യവസായ ലോകത്ത് ഇത് അറിയപ്പെടുന്നത്. അക്കാലത്ത് ഈ അലോയ് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. എങ്കിലും വേണ്ടി വന്നാൽ അത് നിർമ്മിച്ചു തരാമെന്ന് മിശ്രധാതു നിഗത്തിന്റെ അധികൃതർ എനിക്ക് ഉറപ്പു തന്നിരുന്നു. വാൽവിന്റെ ഫ്രെയിമും ഡിസ്കും മനുഷ്യ ശരീരത്തിന് ദോഷം വരുത്താത്ത മെറ്റീരിയലുകൾ ഉപയോഗിച്ചുള്ളതാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. വിമാനത്തിലെ ഉയർന്ന താപത്തെയും മർദ്ദത്തെയും ഒക്കെ അതിജീവിക്കാൻ കഴിയുന്ന ക്രോമിയം കൊബാൾട്ട് അലോയ് മനുഷ്യ ശരീരത്തിനുള്ളിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദീർഘകാലം നിലനിൽക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇതിന് ഉയർന്ന ശക്തിയും നാശന പ്രതിരോധവും ഈടും കൂടാതെ ശരീരകലകളുമായി പ്രതികൂലമായി പ്രതികരിക്കാതെ നിലകൊള്ളുവാനും സാധിക്കും. കൃത്രിമ വാൽവ് മെറ്റൽ ഫ്രെയിമിൽ തുന്നിച്ചേർക്കാനുള്ള പ്ലാസ്റ്റിക് ഫാബ്രിക് നിർമ്മിച്ചു തന്നത് കോയമ്പത്തൂരിലെ സൗത്ത് ഇന്ത്യ ടെക്സ്റ്റൈൽ അസോസിയേഷൻ ആയിരുന്നു. വാൽവ് തുന്നിച്ചേർക്കേണ്ടത് ശരീരത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ദോഷവും വരാത്ത മെറ്റീരിയലുകളാണ് അദ്ദേഹം ഇതിനായി തിരഞ്ഞെടുത്തത്. പരീക്ഷണശാലയിൽ വിജയം ഉറപ്പായ വാൽവ് പിന്നീട് വാണിജ്യാടിസ്ഥാനത്തിൽ വികസിപ്പിച്ചത് മദ്രാസിലെ TTK ആയിരുന്നു. ഇന്ന് 1,50,000-ലേറെ പേർ ആ വാൽവുമായി ജീവിക്കുന്നു. ഏതു പരീക്ഷണത്തിലെയും പരാജയങ്ങളെപ്പറ്റി ആരും എഴുതാറില്ല. ശ്രീചിത്രയിലെ ഹൃദയവാൽവിനു വേണ്ടി 7 വർഷം തുടർച്ചയായ ഗവേഷണം. ഇതിനിടെ 3 മോഡൽ പരാജയപ്പെട്ടു. ഒരു ഇംഗ്ലീഷ് വരിക വളരെ മോശമായി ഞങ്ങളെ അധിക്ഷേപിച്ച് ഫീച്ചർ എഴുതി. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിക്കുന്നതുവരെ ശാസ്ത്രജ്ഞർ കളിയാക്കലുകൾക്ക് വിധേയരായിരുന്നല്ലോ. കളിയാക്കിയവർ ഒരു കാര്യം ഓർത്തില്ല. പരാജയപ്പെട്ട പരീക്ഷണങ്ങൾ ഇല്ലാതെ ആരും സ്വന്തമായി ഒന്നും വികസിപ്പിച്ചിട്ടില്ല. അഥവാ പരാജയമറിയാതെ ഞങ്ങൾ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കള്ളമാണു താനും. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന് പറയാറുണ്ടല്ലോ. പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായും കളിയാക്കലുകൾ നേരിടേണ്ടി വരും. എന്നാൽ വിജയിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു മുന്നിൽ മറ്റെല്ലാം തന്നെ അപ്രസക്തമായി തീരുക തന്നെ ചെയ്യും എന്നതിനുള്ള ഉദാഹരണമാണ് ഈ വിജയം. ആധുനിക മെഡിക്കൽ സയൻസിന് പുറമെ ആയുർവേദവും ഡോക്ടർ MS വല്യത്താൻ അഭ്യസിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ. ഭർതൃഹരിയുടെ നീതിശതകത്തിലെ ഒരു ശ്ലോകത്തിന്റെ ആശയമാണ് ഓർമ്മ വരുന്നത്. നീചർ വിഘ്നങ്ങളുണ്ടാകുമെന്ന ഭയത്താൽ ഒരിക്കലും ഒരു കാര്യം തുടങ്ങുന്നില്ല. മധ്യമർ വിഘ്നം ഉണ്ടാകുമ്പോൾ തങ്ങൾ തുടങ്ങിയ കൃത്യം ഉപേക്ഷിക്കുന്നു. ഉത്തമരാകട്ടെ നിരന്തരം വിഘ്നം ഉണ്ടായാലും തുടങ്ങിയ കൃത്യത്തിൽ നിന്ന് ഒരു കാലത്തും മാറുന്നില്ല. ലക്ഷ്യത്തിലേക്കെത്താനുള്ള തൻ്റെ യാത്രയിൽ ഡോക്ടർ MS വല്യത്താന് ഓർമ്മ വന്നത് ഭർതൃഹരിയുടെ നീതിശതകത്തിലെ ഒരു ശ്ലോകത്തിന്റെ ആശയമാണ്. പൗരാണിക ഭാരതത്തിൽ ജീവിച്ചിരുന്ന സംസ്കൃത കവിയും ചിന്തകനുമൊക്കെയായിരുന്നു ഭർതൃഹരി. അദ്ദേഹത്തിന്റെ നീതിശതകം എന്ന കൃതിയിൽ മനുഷ്യജീവിതത്തിൽ പാലിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ചും വ്യക്തിത്വ ഗുണങ്ങളെക്കുറിച്ചും സന്മാർഗത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. കുട്ടികളെ, ഇവിടെ മനുഷ്യരിലെ 3 വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നീചർ, മധ്യമർ, ഉത്തമർ. നീചർ എന്ന് വെച്ചാൽ ബുദ്ധിശൂന്യർ എന്നാണ് അർത്ഥം. അവർ എപ്പോഴും ഭീരുക്കളായിരിക്കും. പ്രതിഭാശാലികളെയാണ് ഉത്തമർ എന്ന് പറയുന്നത്. ഉത്തമരുടെയും നീചരുടെയും ഇടയിൽ വരുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവരെയാണ് മധ്യമർ എന്ന് പറയുന്നത്. നീചർ വിഘ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ ഒരിക്കലും ഒരു കാര്യം തുടങ്ങുന്നില്ല. തടസ്സങ്ങൾ വരുമെന്ന് കരുതി നീചർ ഒരിക്കലും ഒരു കാര്യവും ചെയ്യുന്നില്ല.
മധ്യമരാണെങ്കിലോ, മധ്യമർ വിഘ്നമുണ്ടാകുമ്പോൾ തങ്ങൾ തുടങ്ങിയ കൃത്യം ഉപേക്ഷിക്കുന്നു. മധ്യമർ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കും, പക്ഷേ ഇടയിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായാൽ അവരവിടെ അത് നിർത്തും. എന്നാൽ ഉത്തമരാകട്ടെ നിരന്തരം വിഘ്നമുണ്ടായാലും തുടങ്ങിയ കൃത്യത്തിൽ നിന്ന് ഒരു കാലത്തും മാറുന്നില്ല. നീചരെയും മധ്യമരെയും പോലെ അല്ല ഉത്തമർ. അവർ വിചാരിച്ച കാര്യം നടക്കുന്നത് വരെയും എന്ത് തടസ്സമുണ്ടായാലും നിരന്തരം പരിശ്രമിക്കുകയും അതിൽ വിജയം കാണുകയും ചെയ്യുന്നവരാണ്. ഉത്തമർ മാത്രമേ വിജയിക്കുകയുള്ളൂ. നീണ്ട 7 വർഷക്കാലം വേണ്ടിവന്നു വാൽവ് നിർമ്മാണത്തിന് എന്ന് പറഞ്ഞു. 3 തവണ പരാജയപ്പെടുകയും ചെയ്തു. മുതിർന്ന ഡോക്ടർമാരുൾപ്പെടെ എല്ലാവരും തന്നെ നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും ഈ യത്നത്തെ കളിയാക്കിയിരുന്നു. പ്രതികൂലമായ സാഹചര്യത്തിലും തൻ്റെ ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യും എന്ന ഡോക്ടർ MS വല്യത്താൻ്റെ ദൃഢനിശ്ചയമാണ് ഇന്ന് അനേകായിരം മനുഷ്യരുടെ ജീവിതത്തിന് കാരണമായത്. വിജയിച്ചവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോ വിജയത്തിന് പിന്നിലും അനേകം തവണ പരാജയവും ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ, ഇവരെയൊക്കെയല്ലേ നാം ജീവിതത്തിൽ മാതൃകകളായി കാണേണ്ടത്. ലക്ഷ്യബോധവും ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ വിജയിക്കുവാനാകും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ MS വല്യത്താൻ. കുട്ടികളെ, ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കണേ. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.